ഹായ്. കുട്ടി ആദ്യം കണ്ടപ്പോൾ മുതൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. അതെന്താ? എന്റെ മുത്തശ്ശിയുടെ അതേ ചായയാണ് ഈ കുട്ടിക്ക്. എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഞാൻ ഈ സമയത്ത് മോരും വെള്ളേ കുടിക്കാറുള്ളൂ. അതൊന്നും ഇവിടെ കിട്ടണ്ടാവില്ല. കിട്ടുണ്ടാവുമോ? മോരും വെള്ളമൊന്നും ഇവിടെ കിട്ടുന്നുണ്ടാവില്ല. സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം. തിനിക്ക അതേന്ന് വിഷുവിന് മുത്തശ്ശി തരണ കൈനീട്ടല്ലാതെ ആദ്യമായിട്ട് എനിക്ക് ഒരാളൊരു സമ്മാനം തരണത്. ഇതിൽ സ്വർണ്ണൊന്നല്ല, ഒരു സന്തോഷത്തിന്. സന്തോഷമായി. സന്തോഷമൊന്നും ഒരു കുറവില്ല. ഞാനും കൊടുത്തിട്ട് കുട്ടിക്ക് ഒരു സാധനം. എന്താ? ഇല്ലത്തുനിന്ന് പച്ചക്കായ കൊടുന്നത് ഇവിടെ എത്തിയപ്പോഴേക്ക് പഴുത്തു. നല്ല ഞാലിപ്പോന. ഞാൻ ഇരിഞ്ഞായിരുന്നോ? രണ്ടെണ്ണം രമേശിന് എടുത്തു കേട്ടോ, അല്ലെങ്കിൽ വലിയ ചുണ്ടിയാവും. എപ്പോഴും ഇങ്ങനെ തമാശ പറയുന്ന ആളാ? അതിന് ഞാൻ തമാശയ്ക്ക് വേണ്ടിയൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു തമാശ. എന്താ ചെയ്യാ? ഉണ്ണിക്ക് ആരെ ഏറ്റവും ഇഷ്ടം? രമേശ, എന്തെത്ര പെട്ടെന്ന് പോകുന്നത്? കുട്ടിക്ക് എന്നെ വലിയ ഇഷ്ടമായിട്ടോ. കുറെ നേരം ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ നീറ്റ് പോയി. ഇപ്പൊ തനിക്ക് തന്റെ ഏട്ടൻ തിരുമേനി അച്ഛൻ തിരുമേനി ഒന്നും കാണണ്ട. അയ്യോ, അത് വേണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ വന്നത്. നമുക്ക് തരേണ്ടേ? ഞാൻ 10 സെക്കൻഡ് എണ്ണുന്നതിന്റെ ഉള്ളിൽ എനിക്ക് ഏട്ടൻ തിരുമേനിയുടെ അഡ്രസ്സ് കിട്ടണം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എനിക്ക് ഒരു ഐഡിയ ഇല്ല രമേശ്. നമ്മൾ കുറെ ചുറ്റേണ്ടി വരും. മെല്ലെ വലിച്ചോളൂ. ആ ശ്വാസം കൂടി താഴത്തേക്ക് പോകുന്നില്ലെങ്കിൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ മനുഷ്യൻ. രമേശ, സ്വഭാവം കഴിഞ്ഞാൽ പോകുന്നോളൂ. തരാം. அண்ணா இங்க கேரளா மீல்ஸ் எங்க கிடைக்கும்? சீப் ரைஸ். അണ്ണ ഇവിടെ നോക്കൂ. ഇവരെങ്കയോ അത് പാത്തിരിക്കുക. എന്നോട് ഏട്ടൻ തിരുമേനിയാണ്. പരിചയം ഉണ്ടോ? സോറി, ഇവിടെ എന്തിനാ തമിഴ് പറയണത്? പിന്നെ മലയാളത്തിൽ പറഞ്ഞ ആൾക്ക് മനസ്സിലാവണ്ടേ? ഇത് ബാംഗ്ലൂരാണ്. അത് വിചാരിച്ച് അറിയണ ഭാഷയല്ലേ രമേശ പറയാൻ പറ്റൂ. താനായിട്ട് ആരോടൊന്നും ചോദിക്കില്ല. ഞാനായിട്ട് ഒരാളോട് ചോദിച്ചാൽ വലിയ പ്രശ്നം. ഇതപ്പോൾ അത്